പറയുന്ന അതേ അർത്ഥത്തിൽ എൻ്റെ അതേ സ്പീഷീസായ ഹ്യൂമൻസിന് പറ്റുന്നില്ല. അവരത് വേറൊരർത്ഥത്തിലാണ് കേൾക്കുന്നത്. റൈറ്റ്? സോ എൻ്റെ സെയിം സ്പീഷീസായ ആൾക്കാരോട്, സെയിം ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളോട് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എവ്രി വൺ ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. മേ ബി പണ്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുന്നവർ വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നത് എൻറ്റയർലി ഡിഫറെൻ്റാണ്. But think, we are the same people speaking the same language. And why are we speaking? What is the point of even having a language there? It is to communicate effectively, right? But it's not effectively. How can it be effective when I'm saying something and he's hearing something else? Not hearing, but understanding something else. It's not effective. Right? Yeah. So people skill is very important. അതിൻ്റെ അർത്ഥം, ഈവൻ ദോ വി ആർ ദ സെയിം സ്പീഷീസ്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന പോലെ വേറൊരാളോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു സ്പീക്ക് ലൈക്ക് ഹിം. പണ്ട് നമ്മൾ WHC മീറ്റിങ്ങിൽ, അതിൻ്റെ ഉള്ളിലുണ്ട് രണ്ടുപേരും, പണ്ട് WHC മീറ്റിങ്ങിൽ എനിക്ക് വളരെ കുറച്ച് ടേക്ക് അവേ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് നല്ല ടേക്ക് അവേഴ്സ് ഉണ്ട്. അതിൽ ഈ മീറ്റിങ്ങിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പിലിരിക്കുന്ന രാജ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ എല്ലാം ഒന്നും എനിക്കിഷ്ടമല്ല, പുള്ളിയുടെ രീതികൾ എനിക്കിഷ്ടമല്ല. പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങൾ ദാറ്റ് വി ക്യാൻ ഫീൽ, ആ ഒരു ഫീൽ കിട്ടും. ഇറ്റ് ഈസ് ഫ്രം ആൻ ആക്ച്വൽ എക്സ്പീരിയൻസ്. ചുമ്മാ പുഷ് ചെയ്യാൻ വേണ്ടി കുറേ ജങ്ക് ഇട്ട് കൊടുക്കുകയല്ല. ഒരു ടീമിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ കുറേ കാണാപ്പടം പഠിച്ചിട്ട് എന്തൊക്കെ ജങ്ക് ഇട്ട് കൊടുക്കുകയല്ല. ഹി ഹാവ് സം എക്സ്പീരിയൻസ് ദാറ്റ് ഐ ക്യാൻ സേ. പുള്ളി ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു കാര്യം, വെൻ യു ടോക്ക് ടു സമ്മൺ, ദേ ആർ ഹിയർ ആൻഡ് യു ആർ ഹിയർ. ബിഫോർ യു പ്രസൻറ്റ് വാട്ട് യു ഹാവ്, you need to make sure that you bring him here. You should never go there. When he is here, now you can communicate. Right? ആ ഗ്യാപ്പ് നമ്മൾ എപ്പോഴും ഫില്ല് ചെയ്യണം ഒരാൾക്കാരോട് സംസാരിക്കുമ്പോൾ. Then only we can communicate properly. It's a skill. നിനക്ക് ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പ് നീ ആ ടോപ്പിക്കിൽ നിൻ്റെ ഇതെന്താ? ഇപ്പോൾ എൻ്റെ എൻഡിൽ ഞാൻ ജസ്വിൻ പറയുന്നത്, ജസ്വിൻ അത് ഐ തിങ്ക് ഹി ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി, നല്ല വൃത്തിയായിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജസ്വിൻ ആ പറഞ്ഞത് നല്ല വൃത്തിക്ക് കൺക്ലൂഡ് ചെയ്തു. ഇനി നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതിൻ്റെ അകത്ത്? എൻ്റെ ഇപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ പോയിന്റ്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും മറ്റേ ആൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം ലെവലിൽ എത്തിയാലേ പ്രോപ്പറായിട്ടുള്ള മെസ്സേജ് ട്രാൻസ്ഫർ ആവും. ചിലപ്പോൾ അത് തന്നെ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ അനിൽ ആ പുള്ളിയുടെ ഷോയിലും ചിലപ്പോൾ സംഭവിച്ചു. കാരണം അയാൾ മീൻ ചെയ്തത് വേറെ ഒന്നും. Do you think it should be even mentioned or taught to the people so that they can actually communicate? Or ഇത് പഠിപ്പിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണോ? You only speak the way that we teach. You speak your way. It's not just speaking. When I'm saying speaking, the inner meaning. പക്ഷേ എങ്ങനെ ഒരാളുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കും അത് അറിവില്ലാത്തതുകൊണ്ടാണോ അത് മനഃപൂർവ്വം ആ ഒരു ലെവലിലേക്ക് സ്റ്റാർട്ടിങ് മുതലേ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും? അല്ല, അത് നമുക്ക് അത്ര വൈൽഡായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നിട്ട് അപ്പോൾ നീ പറഞ്ഞ എന്തായിരുന്നു? അതായത് അത് തന്നെ. അപ്പം ആ ഒരു സെയിം ലെവലിൽ എത്തിച്ചാലേ ഉള്ളൂ. ചിലപ്പോൾ ഈ പറഞ്ഞ അനിൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ചിലപ്പോൾ സംഭവിച്ചത്. ചിലപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് വേറെ ഒന്നും
ആൾക്കാർ മനസ്സിലാക്കിയത് വേറൊന്നും അതെ എടാ, പിന്നെ അത് ആയതുകൊണ്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സർക്കിളിൽ പോകാമെന്ന് ഓർത്തോ, അവിടെ എല്ലാവരും തരപ്രായക്കാരാന്ന് ഓർത്തോ, ചുറ്റും നിൽക്കുന്ന എല്ലാവരും തരപ്രായക്കാരാണ്. ആദ്യമായിട്ട് നീ ആ സർക്കിളിൽ പോകുമ്പോൾ നീ ഫസ്റ്റ് തന്നെ അതിനടാ മൈരെ എന്ന് തോളത്ത് കേട്ട് ചോദിക്കത്തില്ല അല്ലേ. ആദ്യം നമ്മൾ അവിടെ നിൽക്കുന്നു, കുറച്ച് നേരം വർത്തമാനം പറയുന്നു, അവരുമായിട്ടൊന്ന് കമ്പനി ആവുന്നു, എന്നിട്ട് ആ ഒരു ടേംസിൽ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇനി വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൗണ്ടർ അടിക്കാം. അവനത് ഒഫൻഡഡ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നത്തില്ല, ബിക്കോസ് വി ഹാവ് ഗോട്ട് ടു ദാറ്റ് ലെവൽ. അതായത് ആ ഒരു അവിടുത്തെ ഒരു വൈബ് റെസ്പെക്റ്റ് അവൻ ഏൺ ചെയ്തു. അതിന് ശേഷം അവൻ 2 തെറി പറഞ്ഞാലും സീനില്ല. പക്ഷെ അതേ സമയം ഈ ഒരു സംഭവം എന്താ പറഞ്ഞാൽ ആ റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നതിന് മുമ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്കതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ സിറ്റുവേഷനും ഈ അനിൽ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു സിറ്റുവേഷനും തമ്മിൽ എനിക്കത് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പുള്ളി അവിടെ ഇരിക്കുന്ന ആൾക്കാരെ പുള്ളിയുടെ ചിലപ്പോൾ ആ ഒരു ലെവലിൽ എത്തിക്കാതെയാണ് പുള്ളി ആ ഒരു ഫ്രീഡം കാണിച്ചത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ചെന്നിട്ട് ആദ്യമേ കയറി ചെല്ലുമ്പം എന്തോടാന്ന് പറഞ്ഞ് ചുമ്മാ തോളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവനാരാ നീ ഏതാടാന്ന് ഇങ്ങനെ നോക്കും, മനസ്സിലായോ? പക്ഷെ നേരെ മറിച്ച് അവരുടെ കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് കമ്പനിയായി പോട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഷോയിൽ അങ്ങനെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ. അത് മാത്രമല്ല, റോട്ടറി ക്ലബിന്റെ സദസ്സിലുണ്ടല്ലോ, ഇപ്പോൾ ആ ഒരു സദസ്സിലും 200 പേരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 100 പേര് ഇയാളെ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. മറ്റേ 100 പേര് ഇയാളെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല. അപ്പൊ ഈ 100 പേരുടെ ഒരു ബഹുമാനം അയാൾക്ക് ഉണ്ട്. പക്ഷെ മറ്റേ 100 പേരുടെ പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അയാളുടെ ഉത്തരവാദിത്വമല്ലേ? അതെ അറ്റ് ദ സെയിം ടൈം ഈ സോഷ്യൽ മീഡിയ വഴി പബ്ലിസിറ്റി ആയ ആൾക്കാര് ആക്ച്വലി സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ, ലൈക്ക് റിയൽ സോഷ്യൽ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സപ്പോർട്ട് ആയിരിക്കത്തില്ല പുറത്തൊരു പബ്ലിക്കിൽ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ അവൻ്റെ ഓഡിയൻസിനകത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഈസ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് ആക്ച്വലി ഫോളോ ഹിം, ഹു നോ ഹിം. നമ്മളവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ വി ലൈക്ക് ഹിസ് കണ്ടന്റ്, റൈറ്റ്? ആ സെയിം കോൺഫിഡൻസ് സോഷ്യൽ മീഡിയ കാണിക്കുന്ന സെയിം കോൺഫിഡൻസ് അല്ലെങ്കിൽ സെയിം ഫ്രീഡം റിയൽ ലൈഫിലേക്ക് വന്നെടുക്കുമ്പോൾ ദർ ഈസ് പീപ്പിൾ ഹു ആക്ച്വലി നോട്ട് ഫോളോയിങ് ഹിം, അല്ലെങ്കിൽ അവൻ അറിയാത്ത ആൾക്കാർ. സോഷ്യൽ മീഡിയയിൽ അവൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തേക്ക് മാത്രമേ അൽഗോരിതം ആ വീഡിയോ എത്തിക്കത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പോൾ ഉദാഹരണത്തിന് ഇയാൾ ഈ സ്പീച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ വന്നിട്ട് പറയുവാണ്, സുഹൃത്തുക്കളെ നമസ്കാരം, എൻ്റെ പേര് അനിൽ ബാലകൃഷ്ണൻ, നിങ്ങൾ എത്ര പേര് എന്നെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നുണ്ട്? ഒന്ന് കൈവെക്കാമോ? ഓക്കെ, മറ്റുള്ളവർക്കും എന്നെ അറിയില്ലായിരിക്കും. ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ വർത്തമാനം പറയുമ്പോൾ പലപ്പോഴും അസഭ്യമായ ചില വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത് നിങ്ങളെ പേഴ്സണലായിട്ടല്ല, ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് സ്ട്രോങ്ലി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിൽ നിങ്ങൾ ഒഫൻഡഡ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പം അതിൽ നിങ്ങൾ ഒഫൻഡഡ് ആവരുത്. നിങ്ങൾ അത് അതിൻ്റെ റൈറ്റ് സെൻസിൽ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രതീക്ഷിക്കാമോ? ഒന്ന് കൈപൊക്കിക്കേ. അവിടെ അയാൾ കരീസ്മയോടുകൂടി ക്യാപ്ചർ ചെയ്തു അവരെ. ഇറ്റ്സ് പ്രോപ്പർ ക്ലോസിംഗ്. പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് അല്ലേ. ഇനി ഞാൻ വേണമെങ്കിൽ എൻ്റെ ഭാഷയിൽ വ്യത്യാസം വരുത്താം, പക്ഷേ എൻ്റെ മെസ്സേജിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറച്ച് കുറയും. നിങ്ങൾക്ക് ഞാൻ അസഭ്യമൊന്നും ഉപയോഗിക്കരുത്, അതൊന്നും താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ എന്നും കൂടി ഒന്ന് ചോദിക്കാം. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടെക്നിക്ക് അവിടെ യൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാൻ എന്നല്ല, ഈ ഒരു രീതിയിലേക്ക് പോകത്തില്ലായിരുന്നു ചിലപ്പോൾ. ആ ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്തതും അത് ക്ലോസ് ചെയ്തതും അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഈ എന്താ പറയുക, ടോക്കിലേക്ക് വരുമ്പോൾ ലൈക്ക് ഇപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി പുള്ളി പറയുന്ന പോലെ ആയിപ്പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മനഃപൂർവ്വം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി, ഇതാണ് ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ സിനിമകൾക്ക് നമ്മൾ A സെൻസർ, U സെൻസർ, അങ്ങനെ പല A സെൻസർ, U സെൻസർ, എനിക്കല്ല അഡൽട്ട് അങ്ങനെ പല സെൻസറിങ് കൊടുക്കില്ലേ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പിള്ളേർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സംഭവമാണ്
അപ്പോൾ ഇപ്പോൾ ഒരു മറ്റേ സെൻസറിങ് ആണ് 18+, ഒത്തിരി ഗ്രാഫിക്സ് ഉണ്ട്, ഒത്തിരി ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടാത്ത കണ്ടന്റ് അവർ കൺസ്യൂം ചെയ്യുന്നില്ല അവരോ, റൈറ്റ്? അതേപോലെ തന്നെയല്ല ഇപ്പോൾ നമ്മളൊരു ഈ പരിപാടി നടത്തുമ്പോഴും അതൊരു പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതൊരു നല്ല കമ്പാരിസൺ. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നത് കേട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനം, എല്ലാ ടൈപ്പ് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനം. സോ വി നീഡ് ടു ഹാവ് പ്രോപ്പർ ഡിസ്ക്ലെയിമർ, റൈറ്റ്? ഇയാളെ ഒരു സ്ഥലത്തിലേക്ക് വിളിക്കുമ്പോൾ അയാളുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സാധനമായിരിക്കും അയാൾ പ്രസന്റ് ചെയ്യുക. അവിടെ ഓൾറെഡി ദർ ഈസ് എ ഡിസ്ക്ലെയിമർ ദാറ്റ് ഹി ഈസ് കമ്മിങ് ഫോർ ദ പരിപാടി. സോ അവനായിട്ട് അവിടെ നിൽക്കുന്നു. ഇനി വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ താഴെ നിന്ന ഒരു ഓഡിയൻസ് അവിടെ എഡിറ്റ് നിന്ന് ഇവൻ തെണ്ടികളാണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ അത്രയും വൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന മൊമെൻറ്റിലാണ് ഇങ്ങനെ തെണ്ടികളാണോ നിങ്ങളെന്ന് ചോദിക്കുന്നത് ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് അവൻ റിയലൈസ് ചെയ്യുന്നെങ്കിലോ. ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഭാഷകളും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരേ സ്പീഷീസ് ആണെങ്കിലും നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരേ ഭാഷയല്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പല രീതിയിലുള്ള ഭാഷകൾ, പല ഫ്രീഡത്തിലുള്ള ഭാഷകൾ, നമ്മുടെ സ്ഥലവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം അത് കഴിഞ്ഞിട്ട് നിനക്ക് അറിയാൻ പാടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇയാള് ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അനിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഡിഫെൻസീവായി അവിടെ. അനിൽ വിചാരിച്ചു അത് നോർമലാണ്, എക്സാക്ട്ലി. പക്ഷേ ഞാൻ പറയാൻ മനസ്സിലായത് ഇയാള് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ അനിൽ അവിടെ ഒയ്യോ ചേട്ടാ സോറി ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്നല്ല പറഞ്ഞു. ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം ഞാൻ ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ജോലിയിൽ. അപ്പം നമ്മൾ ഓബിയസ്ലി ബ്രാംപ്ടണിലാണല്ലോ നിൽക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ പഞ്ചാബീസ് ആയിരിക്കും. അപ്പം ഇതേപോലെ ഒരു ഓൾമോസ്റ്റ് അറൗണ്ട് 50 to 60 years ഓൾഡുള്ള ഒരു ലേഡി വന്നു. അപ്പം ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ ഇൻ പഞ്ചാബി. അപ്പം ഐ പൊളൈറ്റ്ലി ടോൾഡ് മാം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പഞ്ചാബി, ഇഫ് യു നോ ഇംഗ്ലീഷ് ലെറ്റ്സ് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയായിരുന്നു. ഇവരെന്നെ നോക്കിയിട്ട് യു ആർ ലിവിങ് ഇൻ ബ്രാംപ്ടൺ, യു ഷുഡ് നോ പഞ്ചാബി. വേറൊരു ടോണിൽ ഇവരെൻ്റെ അടുത്ത് ഇങ്ങനെ, എന്നിട്ട് ഇവരങ്ങ് നടന്നുപോയി. അപ്പം എനിക്കത് അവരുടെ ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരത് നോർമലായിട്ട് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എക്സ്ക്യൂസ് മീ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് സോ യു ആർ ടെല്ലിങ് മീ ഇഫ് ഐ ആം ലിവിങ് ഇൻ എ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ലൈക്ക് കാനഡ ഐ ഷുഡ് നോ is it compulsory for me to know your language? അപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു do you know Malayalam, Tamil or any other language? No. So we are coming from the same country and you are telling me that I should know Punjabi whereas you don't know any of the other languages spoken in that country. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ ഭാഷ ഞാൻ എന്തിനു പഠിക്കണം? എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ കാനഡയിൽ വന്നത് ഇതൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യമാണ്, മനസ്സിലായോ? ഇത് ഇന്ത്യയോ ജർമ്മനിയോ യൂറോപ്പോ അല്ല. ഇത് കാനഡ എന്ന് പറഞ്ഞ വർഷങ്ങളായിട്ട് ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഇവിടെ ആൾക്കാർ വന്ന് ഇവിടുത്തെ ഭാഷ പഠിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ എനിക്ക് പഞ്ചാബി അറിയേണ്ട ആവശ്യം എനിക്കില്ല. അത് എൻ്റെ ഫ്രീഡമാണ്. എനിക്ക് വേണമെങ്കിൽ അറിയാം, വേണ്ടെങ്കിൽ അറിയണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഫെൻസീവ് ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് ഹീറ്റപ്പ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പക്ഷേ സെയിം ടൈം ആസ് എ കസ്റ്റമർ എനിക്ക് അവരുടെ അടുത്ത് ഒരു അതിര് വിട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് ഭയങ്കര ഒഫെൻസീവ് ആയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ പെട്ടെന്ന് മുഖമെല്ലാം മാറി. അത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ. ഐ ഓൾവേസ് ടെൽ ഇറ്റ് ടു കിഡ്സ് ജസ്റ്റ്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് ജോക്ക്, ഇത് തമാശ അല്ല. അതായത് നിങ്ങൾ പറയുന്നത് വലിയൊരു സംഭവം. അതായത് എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞത് ഞാനിത് അറിഞ്ഞേ പറ്റൂ. അവർക്കത് നോർമലാ. അവർ പലയിടത്തും ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാ, മനസ്സിലായോ? ഇതേ സെയിം സംഭവം അപ്പോഴേ ടോൺ മാറ്റി. Okay, I always tell this to the kid. എന്താ പറയുന്നേ? You should know Punjabi.
വേറൊന്നുമല്ല. മോന്റെ പേരെന്തുവാ അല്ലെങ്കിൽ അങ്ങനത്തെ കുസൃതി ചോദ്യങ്ങളോ അങ്ങനെയൊന്നും. സോ ഷീ സേസ് ദ സെയിം തിങ് ടു എവരിവൺ. എക്സാക്ട്ലി. അത് കഴിഞ്ഞിട്ട് അവരാകെ എംബാരസ്ഡ് ആയിപ്പോയി അവിടെ. കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവര് പറഞ്ഞത് തെറ്റാണെന്നും അവരങ്ങനെ പറയാൻ പാടില്ലെന്നും മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അവരാകെ എംബാരസ്ഡ് ആയിട്ട് അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ, തമാശയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇത് ജോക്കല്ല, ഇത് നിങ്ങൾ അല്ല, അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് അത് വിട്, നിങ്ങൾ വന്ന കാര്യം പറ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് അവരെന്തോ അവരുടെ വോയിസ് മെയിലിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലമോ, കാരണം എൻ്റെ പരിധി വിട്ടുള്ള പ്രശ്നമാണ്, കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്യണം, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റോർ വിട്ട് പോയാൽ മതി എന്നായി. സൊല്യൂഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുക, പോവുക. ഞാൻ ഈ സൊല്യൂഷൻ നീ പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ നീ ഇങ്ങനെ തിരിച്ചു പറഞ്ഞപ്പോൾ അവര് നിന്റെ അടുത്ത് അയ്യോ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ പകരം നിന്റെ അടുത്ത് അവര് എന്താ പറയുക ഇങ്ങോട്ട് ചാടി കളിക്കാൻ വന്നായിരുന്നെങ്കിൽ നീ ഈ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കില്ലായിരിക്കുമല്ലോ ചിലപ്പോ. അവിടെ ഒരു ചോദ്യം പോലും ഉണ്ടാവത്തില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ വന്ന കാര്യം പറയാന്നുള്ള ചോദ്യം പോലും ഉണ്ടാവത്തില്ലായിരുന്നു. അവിടെ പൂർണ്ണമായിട്ടും എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. അവർക്ക് അവിടെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് അവർക്കും അറിയാം. പക്ഷെ അവര് ബിഹേവ് ചെയ്തത് നിന്റെ അടുത്ത് തിരിച്ച്, അതായത് ഇങ്ങനെ നിന്റെ അടുത്ത് ഞാൻ തമാശ പറഞ്ഞല്ലാതെ പകരം നിന്റെ അടുത്ത് തിരിച്ച് ഇങ്ങോട്ട് ചൂടാവുമായിരുന്നു ഓർത്തോ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ, നീ എന്ത് വർത്താനം പറയുന്നേ എന്നുള്ള രീതിയിലെ പ്രതികരിച്ചെങ്കിൽ ഇപ്പൊ ഉണ്ടാവുന്ന റിസൾട്ട്. ഇപ്പൊ ഞാൻ പല ആൾക്കാരുമായിട്ട് അവിടെ ഇതേ സെയിം, അതായത് എനിക്ക് മുമ്പ് ഇതേ കണക്കത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് പല ആൾക്കാരും അവിടെ താമസിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന മെജോറിറ്റി. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ആ ഭാഷ അറിയണം, അത് അറിഞ്ഞിരിക്കണമെന്നാണ് അവരുടെ ഒരു ഇത്. കറക്റ്റ്. അതില് എന്ത് ഒരു ഇതാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ്സ് നോട്ട് their country, right? No, even if they are like becoming citizen, that means this is their country. പക്ഷേ no, they are becoming citizen of ഞാൻ ഇങ്ങനെ country. അവരുടെ country ഇങ്ങോട്ട് കൊണ്ടുവരല്ലോ. if you are going to another country, ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൺട്രിയിലെ ഗസ്റ്റാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് ഒരു വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആ വീട്ടിലെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യും, ആ വീട്ടിലുള്ള ആൾക്കാരെ ബഹുമാനിക്കും, അവരെന്താണോ ചെയ്യുന്നത് അതിനെ എതിർക്കാതെ ഞാൻ അങ്ങോട്ട് ചെന്ന ഗസ്റ്റാ, മനസ്സിലായോ? ആതിഥ്യ മര്യാദ കാണിക്കും. അതാണൊരു ബേസിക് ആയിട്ടുള്ള ഇത്. അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് നീ എൻ്റെ ഭാഷ പഠിക്കണം, ഞാൻ സംസാരിക്കുന്ന ഇതാണ് അതുകൊണ്ട് നിങ്ങളും അത് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണുള്ളത്? അത് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യമില്ല, മനസ്സിലായോ? കറക്റ്റ്, നീ പറയുന്നത് ശരിയാണ്. നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. പുള്ളിക്കാരി അവിടെ ഇങ്ങനെ, അതായത് ഒരു എന്താ ഹമ്പിൾ അല്ല, അപ്പൊ പുള്ളിക്കാരി നൈസായിട്ട് ഇത് തമാശയല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഡിഫെൻസീവ് അല്ലാത്ത നിന്നത് കൊണ്ടാണ് പുള്ളിക്കാരിക്ക് പറ്റിയ തെറ്റ് പുള്ളിക്കാരിക്ക് മനസ്സിലായി. പക്ഷെ തെറ്റ് പറ്റിപ്പോയെന്ന് പറയുന്നത് പോലെ തന്നെ ചെറുതായിട്ട് ഓക്കെ തമാശക്ക് പറഞ്ഞതല്ലേ, ഓൾമോസ്റ്റ് സോറി പോലെ പറഞ്ഞു, റൈറ്റ്? പക്ഷെ അങ്ങനെ ബിഹേവ് ചെയ്തത് കൊണ്ടാണ് ഇവൻച്വലി ആ സൊല്യൂഷൻ പുള്ളിക്കാരിയിലേക്ക് നിനക്ക് എത്തിക്കാൻ പറ്റിയത്, റൈറ്റ്? ഇവിടെ ഈ പറയുന്ന മനുഷ്യനും അനിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഈ ആൾ ആദ്യം തന്നെ എണീറ്റിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നത്, നമ്മളെ നിങ്ങൾ ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ചേട്ടാ ഞങ്ങൾ അങ്ങനെ പേഴ്സണലായിട്ട് ഉദ്ദേശിച്ചതല്ല, ഞാനിങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു അനാളജി പോലെ പറഞ്ഞതാണ് ചേട്ടനത്. അതിന് പകരം പുള്ളി എനിക്ക് തോന്നി ഇതാന്ന് തോന്നുന്നു പറഞ്ഞു. അതായത് പുള്ളി പറഞ്ഞു നിങ്ങളെയാണോ വിളിച്ചത്, നിങ്ങൾ ഓൾറെഡി പൈസ കിട്ടിയിട്ടാണ് ഞാനിവിടെ, അങ്ങനെ എന്തൊക്കെയോ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പം റാദർ ദാൻ സേയിങ് ദാറ്റ്, ഇഫ് ഹീ സെഡ് സംതിങ് സിമിലർ ടു വാട്ട് സ്പെൻസൺ സെഡ്, ലൈക്ക് അതങ്ങനെ അല്ല, ഞാൻ ഉദ്ദേശിച്ച് ഇങ്ങനെയാണ്, അല്ല നിങ്ങളെ പേഴ്സണലായിട്ട് ഇതാക്കാനല്ല പറഞ്ഞത്. മനോഭാവം ഞാൻ അതിലേക്ക് ഒരു പോയിന്റ് ഇട്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. അവിടെ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്?
ബിസിനസ് ആൾക്കാരാണ് അത്. ലൈക്ക് ദേ വോണ്ട് ടു എയ്തർ ദേ ആർ ലൈക്ക് വെരി എക്സ്പീരിയൻസ്ഡ് ഇൻ ബിസിനസ്, വർഷങ്ങളായിട്ട് They want to scale up their ദേ വോണ്ട് ടു സ്കെയിൽ അപ്പ് ദെയർ ബിസിനസ്സസ്. സോ ഇയാൾ ഇവിടെ വന്ന് കൊടുക്കുന്ന ബിസിനസ്സിലേക്കുള്ള കോച്ചിങ്, ബേസിക്കലി ഹി ഈസ് ട്രൈങ് ടു ബിൽഡ് ദാറ്റ് മെൻറ്റാലിറ്റി